ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ചെമ്മീൻ വരട്ടേൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ചെമ്മീൻ എടുത്തിട്ടുണ്ട്, അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഷെല്ല് റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്ത ചെമ്മീനിലോട്ട് നമുക്ക് ആവശ്യമായ മസാലകളൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത്. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. പാകത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചതച്ചെടുത്തതാണ് കേട്ടോ. ഒരു കുടം വെളുത്തുള്ളിയും ഒരു അര കഷ്ണം ഇഞ്ചിയും പിന്നെ 3-4 പച്ചമുളകും കൂടെ കുഞ്ഞു കാന്താരി മുളകും കൂടെ ചതച്ചെടുത്തിട്ട് നന്നായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കൊന്ന് അരമണിക്കൂർ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. പാനിലോട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചെമ്മീൻ ഇപ്പം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കത് വേറൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം. ആ പാനിലോട്ട് തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് കറി ലീവ്സാണ് ഇട്ട് കൊടുക്കുന്നത്. കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഈ തക്കാളി അരിഞ്ഞു വെച്ചത് 2 തക്കാളി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് നേരത്തെ എടുത്തതിൻ്റെ പകുതി ഭാഗമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം, ഒന്ന് വാട്ടിയെടുക്കാം. വാട്ടിയെടുക്കാം. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഉറട്ടിയുടെ കൂടെയോ ആയാലും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടും നമുക്ക് ഇത് നല്ലൊരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളത്. നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.